മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡെഫിനിഷനിൽ ആർക്കാണ് വഖഫ് കൊടുക്കാൻ പറ്റുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എനി പേഴ്സൺ എന്നാണ് 1995 നിയമം പറയുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എനി പേഴ്സൺ എന്ന് മാറ്റിയിട്ട് അവൻ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം കഴിഞ്ഞ 5 വർഷം. ഒരു മുസ്ലിം ആയാൽ മാത്രം പോരാ, അതൊരു പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. അപ്പോൾ ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണ് എന്ന് ഏത് മാനദണ്ഡം കൊണ്ടാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്? ഇനി ഒരു പ്രോപ്പർട്ടി വഖഫിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടരുത് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് 5 വർഷമായ ഒരു പ്രാക്ടീസ് മുസ്ലിമിനാണ് ഈ വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്. ഇത് എന്ത് ഉദ്ദേശം കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി പറയാൻ ഇവിടെ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 വർഷമായ പ്രാക്ടീസ് മുസ്ലിം എന്ന് പറയുന്നത് എന്ന്. ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ മുസ്ലിമാണ് എങ്കിൽ അവന് സ്വാഭാവികമായിട്ടും വഖഫ് അവന് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു മാനദണ്ഡം വരുമ്പോൾ ഒരു ഇസ്ലാമിക് ലോയിൽ ഇല്ലാത്ത ഒരു കാര്യം എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലോസ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതിന് കൃത്യമായി മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിനോ അതല്ലെങ്കിൽ ബില്ല് അവതരിപ്പിച്ച മന്ത്രിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്.